BJP ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് മലവയിൽ കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. ശ്രീ പ്രശാന്ത്, MLA കൂടി പ്രതിസ്ഥാനത്ത് എത്തുന്ന കേസായി മാറുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നു. ഈ KPCCയും ഇത് നിസ്സാരവൽക്കരിച്ചിരുന്നു. തുടക്കത്തിൽ നിൽക്കക്കളിയില്ലാതെ ഇന്നലെ KPCC ഉപസമിതിയൊക്കെ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട വാർത്ത നമ്മളെല്ലാം കേട്ടതാണ്. വളരെ സ്വാഗതാർഹമാണ്. ഒരു തരത്തിൽ ഇത് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സംശയം നമ്മൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുജനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി തന്നെ IC ബാലകൃഷ്ണൻ MLAക്കെതിരെ കേസെടുത്തത് സ്വാഗതാർഹമാണ്. ഈ IC ബാലകൃഷ്ണൻ MLAയുടെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ബത്തേരി അർബൻ ബാങ്കും അതുപോലെ തന്നെ ബത്തേരി കാർഷിക വികസന ബാങ്കും ഈ 2 ബാങ്കുകളിലും നടത്തിയിട്ടുള്ള തെറ്റായിട്ടുള്ള നിയമനങ്ങളും അതോടൊപ്പം അഴിമതികളും, ലോൺ സംബന്ധമായിട്ടുള്ള അഴിമതികൾ, അതുപോലെ തന്നെ പുൽപ്പള്ളി ബാങ്കിലെ KK അബ്രഹാം അടക്കമുള്ള DCCയുടെ നേതാക്കൾ ഇതിനു മുൻപ് കുടുങ്ങിയിട്ടുള്ളതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ വരച്ചു കാണിക്കുന്നത് അല്ലെങ്കിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിൽ, പ്രത്യേകിച്ച് ബത്തേരിയും വയനാടും കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളുടെ ചുരുൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തിന് ശേഷമാണെങ്കിൽ കൂടി NM വിജയനെ പോലുള്ള ഒരാളുടെ മരണത്തിന് ശേഷമാണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഈ IC ബാലകൃഷ്ണന്റെ ഈ തെറ്റായിട്ടുള്ള ഈ നടപടികൾ, തെറ്റായിട്ടുള്ള നിയമന തട്ടിപ്പുകൾ, ഇതെല്ലാം പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം, കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും നോക്കിക്കാണുകയാണ്. ഇത് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ ഇതിനോട് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ ഈ DCC നേതൃത്വത്തിനടക്കം പങ്കുണ്ട് ഈ ഒരു നിയമന തട്ടിപ്പിൽ എന്നൊക്കെയാണ് തുടക്കം മുതൽ തന്നെ ആരോപണമായി ഉയർന്നിരുന്നത്. വീണ്ടും ശരിവെക്കുകയല്ലേ? ആത്മഹത്യയുടെ പിന്നിൽ DCCയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ ആരോപിച്ചിരുന്നു. NM വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ചിതയൊന്ന് എരിഞ്ഞോട്ടെ എന്നുള്ളത് മാത്രമാണ് നമ്മൾ BJPയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു താമസം എടുത്തിട്ടുള്ളത്. ചിത എരിയുന്നതിന് മുൻപ് തന്നെ ഇതൊരു ബാലൻസിങ് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു CPM. പക്ഷെ ചിത എരിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. അതിനുശേഷവും ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നപ്പോൾ ബത്തേരിയിലും വയനാടിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLA കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ പുറത്തു വന്നിരിക്കുന്നതിന്റെ പിന്നിൽ IC ബാലകൃഷ്ണൻ MLA മാത്രമല്ല, ഈ നിലവിലെ DCC അധ്യക്ഷനും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ KK ഗോപിനാഥൻ മാഷ് എന്ന് പറയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഈ ഇടതുപക്ഷത്തേക്കും വലതുപക്ഷത്തേക്കുമുള്ള ഒരു തൂക്കുപാലമായിട്ട് ഇവരെ കണ്ണി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ KK ഗോപിനാഥനാണ്. ഇങ്ങനെയുള്ള ആളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഒട്ടേറെ ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നേരത്തെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതിന്റെയൊക്കെ വിശദാംശങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എനിക്ക്. ശ്രീ പ്രശാന്ത്, താങ്കൾ ചൂണ്ടിക്കാട്ടിയ KK ഗോപിനാഥൻ, KL പൗലോസ് ഉൾപ്പെടെയുള്ളവരുടെ പേരൊക്കെ ആ കത്തിൽ ഉണ്ടായിരുന്നു. ശ്രീ പ്രശാന്ത്, ഈ ഇത്രയും ശക്തമായ തെളിവുകൾ ഉണ്ട്, MLAക്ക് എതിരെ ആരോപണം തുടക്കം മുതൽ തന്നെ വളരെ ശക്തമായി തന്നെ ഉണ്ട്. എന്നിട്ട് പോലും ഈ MLA സ്ഥാനത്ത് തുടരുന്ന IC ബാലകൃഷ്ണനെതിരെ BJPയുടെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? ഞാൻ സൂചിപ്പിച്ചത്, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തുടർ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതിഷേധ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു കാരണവശാലും ഈ ആത്മഹത്യയുടെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് IC ബാലകൃഷ്ണൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹം ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇനി MLA സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ സാധിക്കില്ല. അദ്ദേഹം അടിയന്തരമായി MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ അന്വേഷണത്തോട് സഹകരിക്കണം. ഇല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടുണ്ടാകും. അദ്ദേഹം പങ്കെടുക്കുന്ന മുഴുവൻ പരിപാടികളിലും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ പരിപാടികളായി BJP മുന്നിലുണ്ടാകും. വളരെ നന്ദി ശ്രീ പ്രശാന്ത് പ്രതികരിച്ചതിന്. BJP വയനാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയിലാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്.